നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത് വേറൊന്നുമായിട്ടല്ല, എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനാലാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ വ്യക്തിയുടെ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എനർജി ഇവിടെ വരുന്നതായിരിക്കും. വളരെ പോസിറ്റീവോടു കൂടിയും നല്ല ചിന്താഗതിയോടു കൂടിയും നല്ല മനസ്സോടു കൂടിയും ഈ വായന കാണുവാൻ ശ്രമിക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയാകും. ഇതിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? കുറച്ചധികം സന്ദേശങ്ങൾ ഇന്ന് ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ നല്ലൊരു സന്ദേശങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിൽ നിന്നും വരുന്നതായി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ വരുന്നതോ ആയിരിക്കാം. കാരണം ഒറ്റപ്പെടലിൻ്റെ വേദനകൾ ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. അനുഭവിച്ച് ഈ വ്യക്തി തളർന്നിരിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ല, ശ്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സന്ദർഭത്തിൽ വളരെ അധികം സ്നേഹം തോന്നിക്കുന്നതായും അട്രാക്ഷൻ തോന്നിക്കുന്നതായും പലതരത്തിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നതായും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, സമാധാനം, ഒരു സുഖകരമായിട്ടുള്ള ഒരു വികാരങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നന്നായി ഉറക്കം വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതായത് മനസ്സിന് സമാധാനം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്. ഉറക്കമില്ലാത്ത അവസ്ഥകളായിരിക്കാം ഈ വ്യക്തിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ആ അവസ്ഥയെല്ലാം മാറിക്കൊണ്ട് ഈ വ്യക്തിക്ക് സമാധാനപരമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മുഖമാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ശാരീരിക ഭംഗി, ഒരുപാട് മുടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിരി ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമൊന്നും നിങ്ങളെ തെറ്റിദ്ധരിച്ചെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എണ്ണിയാണ് ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാധാന്യം അത്രത്തോളം ഈ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ തകർക്കുവാൻ വേണ്ടി തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. പക്ഷേ ആ തേർഡ് പാർട്ടിയോട് തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഊർജം ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് രാത്രികാലങ്ങളിലായാലും പകൽ സമയത്താണെങ്കിലും ഈ വ്യക്തി ധാരാളം സ്വപ്നങ്ങൾ കാണുന്നതായും നിങ്ങളുമായി ചിലവിട്ട ഓരോ നിമിഷങ്ങളും ഈ വ്യക്തി പ്രത്യേകമെടുത്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വ്യക്തി അത് ഓർക്കുന്നതല്ല, ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകളും ഈ യൂണിവേഴ്സ് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ്.
ചിലപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. നിങ്ങളാണെങ്കിലും ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുടെ മുഖമോ ഈ വ്യക്തി നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതൊക്കെ യൂണിവേഴ്സിന്റെ ഒരു അത്ഭുതമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് അതൊരു അമ്മ സ്ഥാനത്തായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഊർജം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ വ്യക്തി ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളോടും ഈ വ്യക്തി ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടോ അത് വിശ്വസിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങളെ പുറത്താക്കി. അതിന് ഈ വ്യക്തി മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. വളരെയധികം ശാരീരിക ആകർഷണമുള്ള ഒരു ബന്ധമായിട്ടും നമുക്കിവിടെ കാണാം. നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും, മുടി, നിങ്ങളുടെ ആ ഒരു ശാരീരിക അഴക്, അതിനൊക്കെ ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ പ്രാധാന്യം ഓരോന്നായി ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നു. സൂര്യന്റെ ഊർജം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും തെറ്റായ ഒരുപാട് അറിവുകളുമാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്നറിയാൻ പോലും, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഈ വ്യക്തി സംശയിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതത്തിലും പശ്ചാത്താപത്തിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളുമായി വീണ്ടും കൂടിച്ചേരുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും നമുക്കിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനും തേർഡ് പാർട്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും നീതി ദേവത കടാക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ നേർക്കാണ്. നിങ്ങളുടെ ഊർജത്തിൽ കാർഡ്സ് നോക്കിയപ്പോഴാണ് നമുക്ക് ജസ്റ്റിസ് കാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എത്രത്തോളം റിസ്ക് എടുത്തും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം സ്വപ്നങ്ങൾ ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അത് വളരെയധികം സന്തോഷമാക്കാനും കൂടുതൽ ഊർജത്തിലേക്കും ഉത്സാഹത്തിലേക്കും എത്തിക്കാനും ഈ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി ഈ വ്യക്തിയുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും മെന്റലി, അതായത് മാനസികപരമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഓരോ ദിവസവും കഴിയുന്തോറും അതിൻ്റെ തീവ്രത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് സോർട്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. വിജയത്തെയും പ്രതീക്ഷയെയും സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം നിങ്ങളുമായി വിജയശ്രീ ലാളിതനായിട്ട് നിൽക്കുവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികൾ പലതും ഈ വ്യക്തി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പലതരത്തിലുള്ള പദ്ധതികൾ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടിയെ ഇപ്പോൾ ഒട്ടും തന്നെ മനസ്സിലാക്കാതെയും അവരെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളാണെങ്കിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പ്രേക്ഷകരായ നിങ്ങൾ, തേർഡ് പാർട്ടിയിലേക്ക് അമിതമായി നോക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തിയെ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുക.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.